CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ യുവതാരമായിട്ടുള്ള ബ്രൈസ് മിറാണ്ട ഐ-ലീഗ് ക്ലബ്ബായിട്ടുള്ള ഡയമണ്ട് ഹാർബർ എഫ്സിയുമായി കരാറിൽ ഏർപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ ഒരു താരത്തിന് 2026 വരെ ആയിരുന്നു കരാർ ഉണ്ടായിരുന്നത്. പക്ഷേ താരത്തിന്റെ ഈ ഒരു കരാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരത്തെ വിറ്റഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 2022 ബ്രൈസ് മിറാണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മഞ്ഞക്കുപ്പായം അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ലഭിച്ച അവസരങ്ങളിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നിരന്തരമായിട്ടുള്ള പരിക്കുകൾ താരത്തിന്റെ കരിയർ വില്ലനായി മാറ്റുകയും ചെയ്തു. പരിക്കുകൾ കാരണം ടീമിന്റെ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്തായ താരം പിന്നീട് സബ് ബെഞ്ചിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസരങ്ങൾ കുറഞ്ഞതോടെ ബ്രൈസ് മിറാണ്ടയെ ക്ലബ്ബിൽ ലോണിൽ മറ്റു ടീമുകളിലേക്ക് നൽകിയിട്ടുമുണ്ടായിരുന്നു. ഐ-ലീഗ് ടീമുകളായിട്ടുള്ള പഞ്ചാബ് എഫ്സിയിലും ഇന്റർ കാശിയിലും താരം ലോണിൽ കളിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ ഒരു ടീമുകളിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും 2026 വരെ കരാർ ശേഷിക്കുന്ന ഈ ഒരു താരത്തെ ഇത്ര പെട്ടെന്ന് ക്ലബ്ബ് വിറ്റൊഴിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പരിക്കുകൾ തന്നെയായിരുന്നു. കൂടാതെ കോറോ സിംഗിനെ പോലുള്ള യുവതാരങ്ങൾ വളർന്നു വരുന്നത് മിറാണ്ടയ്ക്ക് അവസരം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തെ വിൽക്കാൻ ക്ലബ്ബ് തീരുമാനിക്കുകയും ചെയ്തു. ഡയമണ്ട് ഹാർബർ എഫ്സിയിലേക്ക് മാറിയതിലൂടെ ബ്രൈസ് മിറാണ്ടയ്ക്ക് പുതിയൊരു തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലബ്ബിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്റെ കഴിവുകൾ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും തന്നെയാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നതും. ഈ ഒരു നീക്കം താരത്തിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവായേക്കാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ ഏതായാലും ബ്രൈസ് മിറാണ്ടയെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിറ്റഴിച്ചതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.